ഭോപ്പാൽ കാർബൈഡ് ട്രാജഡി, അഗ്നിഹോത്ര ബെനിഫിറ്റ് എന്നിങ്ങനെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇവിടെ അഗ്നിഹോത്രം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ സ്മരിക്കേണ്ടത് ആയുർവേദിക് അഗ്നിഹോത്രം എന്ന് മനസ്സിലാക്കുക. ആയുർവേദ അഗ്നിഹോത്രം, ഇതിനകത്ത് മന്ത്രമില്ല, ഒരു മായവുമില്ല. അതായത് ഒരു വസ്തു കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക നാം ശ്വസിക്കുന്നു. അത് നല്ല പുകയാണെങ്കിൽ അത് നല്ലതാണെന്നും ആരോഗ്യത്തിന് കാരണമാകുമെന്നും, കത്തുന്ന വസ്തു മലിനമായതും ദുഷിച്ചതും പോയിസണുമാണെങ്കിൽ, വിഷവസ്തു ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് വരുന്ന പുക പോയിസണാണെന്നും മനസ്സിലാക്കുക. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ആയുർവേദ അഗ്നിഹോത്രം എല്ലാ വീടുകളിലും നമുക്ക് ചെയ്യാം. രാവിലെയും വൈകിട്ടും ചെയ്യാം. അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ഹോമകുണ്ഡം ആവശ്യമാണ്. അത് ചെമ്പിലോ ഇന്ന് ആമസോണിൽ ലഭ്യമാണ്. ഇല്ലെങ്കിൽ മണ്ണിൽ അതാണ് ഉത്തമം. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഹോമകുണ്ഡം, ഒരു ചതുരാകൃതിയിലുള്ള ഒരു ഹോമകുണ്ഡം. ഇനി ചതുരാകൃതി പറ്റില്ലാതെ വേണ്ട, നമുക്ക് വട്ടത്തിലുള്ളതായാലും മതി, ഒരു ചട്ടി ആയാലും മതി, ഒരു ചെടി ചട്ടി ആയാലും മതി എന്നുള്ളതാണ് ഇവിടെ സ്മരിക്കേണ്ടത്. കാരണം ഇവിടെ മന്ത്രങ്ങളോ വിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു ഹോമകുണ്ഡം, അതിനെ ഹോമകുണ്ഡം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. ആ ഹോമകുണ്ഡത്തിൽ നമുക്ക് വെക്കുവാനായിട്ട് ചാണകത്തിൽ ഉണ്ടാക്കിയ ചാണക വറളി, അതായത് കൗഡങ് കേക്ക് എന്നൊക്കെ പറയും, ഇന്ന് അത് ലഭ്യമാണ്. കുറച്ച് പ്ലാംവിറക്, കുറച്ച് നെല്ലിക്ക മരത്തിൻ്റെ വിറക് കൊള്ളികൾ, അതിനെ സ്രായ് എന്നൊക്കെ പറയാം. ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകളാണ്. കാരണം ഇന്ധനമാണ് നമുക്ക് ആവശ്യം. ആ പ്ലാംവിറകിലേക്ക് നാം നിക്ഷേപിക്കുന്നതെല്ലാം തന്നെ മരുന്നുകളാണ്. ഇത്ര മാത്രമാണ് അഗ്നിഹോത്രത്തിൻ്റെ ഇല്ലെങ്കിൽ അഗ്നിഹോത്രത്തിലുള്ള വിഷയം. അതെങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ഹോമകുണ്ഡം മുന്നിൽ വെക്കുന്നു. ആ ഹോമകുണ്ഡത്തിൽ ചാണക വറളി അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച പ്ലാവിൻ്റെ തടി, ഉണങ്ങിയ വിറക്, ചുള്ളിക്കമ്പുകൾ മറ്റും വെക്കുന്നു. അത് കത്തിക്കുന്നു. എങ്ങനെ കത്തിക്കണം എന്ന് ചോദിച്ചാൽ കോട്ടൺ തിരി, അത് നെയ്യിൽ മുക്കി അത് കത്തിക്കുന്നു. അഗ്നി വന്നു കഴിഞ്ഞു. നല്ലവണ്ണം ജ്വലിച്ച ശേഷം അതിലേക്ക് നാം പച്ചില മരുന്നുകൾ നിക്ഷേപിക്കുന്നു. ഇതെല്ലാം സമിത്തെന്ന് പറയും. ഹോമത്തിനെല്ലാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ തന്നെയാണിത്. അപ്പോൾ ഇതിലേക്ക് നാം എന്തൊക്കെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ളതാണ്. ആഹുതി എന്ന് പറയാം. അമൃതവള്ളി, ആലിൻ്റെ ചമത, പേരാല്, അരയാല്, ഇനി പ്ലാശ്, രാമച്ചം, കറുക, നെല്ലിമരത്തിൻ്റെ ചുള്ളിക്കമ്പുകൾ, ഇതുപോലെ കുറേ സാധനങ്ങൾ, മാതളത്തിൻ്റെ തോട് എന്നിങ്ങനെ ഇതെല്ലാം തന്നെ ബയോ ആണ്. ഇതിൽ നിന്ന് വരുന്ന പുക വീടും പരിസരവും എല്ലാം തന്നെ ശുദ്ധീകരിക്കും. നല്ല പ്രാണൻ നിലനിൽക്കും. ഏവർക്കും പരീക്ഷിക്കാം. ഇത് ഒന്നൊന്നായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യം അമൃതവള്ളി എടുക്കുന്നു. ആണെങ്കിൽ ഇതിനൊരു പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, ഇവിടെ മന്ത്രമില്ല. വീണ്ടും പറയുകയാണ്, അമൃതവള്ളി ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഒന്നൊന്നായിട്ട് നാം നിക്ഷേപിക്കുന്നു, പതുക്കെ നിക്ഷേപിക്കുന്നു. അത് ഒന്നൊന്നായിട്ട് നിക്ഷേപിക്കുമ്പോൾ ആദ്യം നിക്ഷേപിച്ചത് മുഴുവനായിട്ടും കത്തി അമർന്ന ശേഷം മാത്രമേ അടുത്തത് നിക്ഷേപിക്കാവൂ എന്നില്ല. പതുക്കെ ഒന്നൊന്നായിട്ട് നിക്ഷേപിക്കുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് കറുക ഇടുന്നു. അഗ്നിയിൽ തന്നെയാണ്, പുകയ്ക്കരുത്, അഗ്നിയിൽ തന്നെ നിക്ഷേപിക്കണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ഇത്ര മാത്രമാണ്. അങ്ങനെ വീട് മുഴുവനും നല്ല ഒരു പ്രാണൻ, നല്ലൊരു ഊർജം നമുക്ക് ലഭിക്കും. ഇനി ഈ സമയത്ത് നാമജപം ജപിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജപിക്കാം എന്നുള്ളതാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം, ഈ ഒരു 20 മിനിറ്റ് പ്രക്രിയയിൽ വിഷ്ണു സഹസ്രനാമം തീർന്നു കിട്ടും. ജപിച്ച് തീരാനും നമുക്ക് സാധിക്കും. അങ്ങനെ മന്ത്രത്തിനും ഇതിനും ബന്ധമില്ല, പക്ഷേ ആ ക്രിയ സൈമൾട്ടേനിയസ്ലി നടക്കും. നാമജപം നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാം, ഈ അഗ്നിഹോത്രവും നടക്കും എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ചാമ്പൽ, അതായത് ഇതെല്ലാം തന്നെ ഔഷധമാണ്. അത് നമുക്ക് കുറച്ച് നെയ്യിൽ കുഴച്ച് നെറ്റിയിലും ധരിക്കാം. അതൊരു പ്രസാദം പോലെ തന്നെ നമുക്ക് ദൃഷ്ടി കൊണ്ട് നമുക്ക് പ്രസാദമായിട്ട് സ്വീകരിക്കുകയും ചെയ്യാം. അതിനെ നല്ലൊരു വളമാക്കി തെങ്ങിൻ തടത്തിലോ മറ്റോ ഉപയോഗിക്കുകയും ചെയ്യാം. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക. പ്രത്യേകിച്ചും ഏവരും ഗൂഗിൾ ചെയ്യുക, ബെനിഫിറ്റ്സ് ഓഫ് അഗ്നിഹോത്രം. ദയവ് ചെയ്ത് ഒരു 10 മിനിറ്റ് ചിലവാക്കിയാൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണം
ഇതിലൂടെ നടപ്പിലാക്കാം. ഒരു മന്ത്രവുമില്ല, ഒരു മായവുമില്ല, അധികം പൈസ ചെലവും